Hello everyone and welcome. Today we are here to share the therapy journey of Abdul Noor. We are the interdisciplinary team from Akara Foundation. Myself, Aishat Sharufa, I'm an occupational therapist. Myself, Shibla PC, speech language pathologist. I am Jimol Thomas, consultant psychologist. So, in this episode, we will talk about his progress, therapy, and his meaningful milestone, and how working together as a team to support the child with an autism. 2024 സെപ്റ്റംബറിലാണ് നൂറ് അക്കര ഫൗണ്ടേഷനിലേക്ക് വരുന്നത്. പീഡിയാട്രീഷ്യന്റെ റെഫറൻസോട് കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. നൂറ് വരുമ്പോൾ പേരൻസിനുണ്ടായിരുന്ന കൺസേൺസ്, പേര് വിളിക്കുമ്പോൾ നോക്കുന്നില്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള പ്ലേ സ്കിൽസ് ഒന്നും അവനുണ്ടായിരുന്നില്ല തുടങ്ങിയവയായിരുന്നു. മാത്രമല്ല, എന്ത് സാധനങ്ങൾ കിട്ടിയാലും വലിച്ചെറിയുന്ന സ്വഭാവം, മറ്റു പല സ്റ്റീരിയോടൈപ്പായിട്ടുള്ള മൂവ്മെന്റ്സും അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രായത്തിനനുസരിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവന് നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. ഇനീഷ്യൽ അസസ്മെന്റിന് ശേഷം നമ്മൾ നൂറിനെ ബിഹേവിയർ തെറപ്പിയിലേക്കും സ്പീച്ച് തെറപ്പിയിലേക്കും റെഫർ ചെയ്തു. നൂറിന് സ്പീച്ചിനുണ്ടായ മെയിൻ കൺസേൺസ് എന്ന് വെച്ചാൽ അവന് പ്രായത്തിനൊത്തിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നില്ല എന്നാണ്. അവൻ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ക്രൈയിങ് ആണ്. കരച്ചിലൂടെ ആയിരുന്നു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവന്റെ ആവശ്യങ്ങളായാലും അവൻ മെയിൻ മോഡ് ഓഫ് മെത്തേഡ് എന്ന് വെച്ചാൽ കരച്ചിലായിരുന്നു. കമാൻഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോഷ്യൽ സ്മൈൽ ഉണ്ടായിരുന്നില്ല. സ്ട്രേഞ്ചേഴ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. കോൺസെൻട്രേഷൻ കുറവായിരുന്നു. സിറ്റിംഗ് ടോളറൻസ് കുറവായിരുന്നു. സെൻസറി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് വെച്ചാൽ സെൻസറി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രക്ചേർഡ് പ്ലേ നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് OT-യിലേക്ക് റെഫർ ചെയ്യുന്നത്. മാം പറഞ്ഞതുപോലെ നൂറിന്റെ സെൻസറി ഇഷ്യൂസ് കൊണ്ടാണ് നൂറ് OT-യിലോട്ട് റെഫർ ചെയ്തത്. നൂറിന്റെ സെൻസറി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ സീക്കിങ്ങും അതേപോലെ തന്നെ ത്രോയിങ് ഓഫ് ഒബ്ജക്റ്റും, പിന്നെ സ്റ്റിക്കി ഫുഡ്സ് കഴിക്കൂല. അപ്പോൾ ഫീഡിങ്ങിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫീഡിങ്, ഫിംഗർ ഫുഡിലൊക്കെ നൂറിനത് ബുദ്ധിമുട്ടായിരുന്നു. ത്രൂ അസസ്മെന്റിലൂടെ നമ്മൾ നൂറിന്റെ സെൻസറി ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആസ് എ ടീം വി സിറ്റ് ടുഗദർ, ഡിസ്കസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ തെറാപ്പി പ്ലാൻ. നൂറ് ബിഹേവിയർ തെറപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ABA ടെക്നിക്സ് ആയിരുന്നു. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നൂറിന്റെ കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം കോൾ റെസ്പോൺസ് ഇല്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുപോലെ ജോയിന്റ് അറ്റൻഷൻ ഇല്ല, പിന്നെ പ്ലേ സ്കിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്തു. ഇപ്പൊ നൂറിന്റെ കേസിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്തത് നാച്ചുറൽ എൻവയോൺമെന്റ് ട്രെയിനിങ് ആയിരുന്നു. അതായത് അവരുടെ കൺട്രോളിലൂടെ തന്നെ ഒരു സെഷൻസ് കൊണ്ടുപോവുക, അങ്ങനെ നമ്മൾ ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഐ കോണ്ടാക്ട് ആണെങ്കിലും നെയിം കോൾ റെസ്പോൺസ് ആണെങ്കിലും പ്ലേ സ്കിൽസ് ആണെങ്കിലും എപ്പോഴും നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു രീതിയിലൂടെ ആയിരുന്നില്ല ഇംപ്രൂവ്മെന്റ്സ് വന്നത്. അവന് വേണ്ടത് എങ്ങനെയാണോ, അവന്റെ സ്കിൽസ് എത്രത്തോളമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവന്റെ സ്കിൽ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്ത് ബാക്കി പ്രോബ്ലം ബിഹേവിയേഴ്സ് കുറച്ചുകൊണ്ടാണ് അവന്റെ ചലഞ്ചസ് എല്ലാം ഇംപ്രൂവ് ചെയ്തത്. ഇന്റൻസീവ് ആയിട്ടുള്ള തെറപ്പിയിലൂടെ അവന്റെ ഐ കോണ്ടാക്റ്റും നെയിം കോൾ റെസ്പോൺസും സോഷ്യൽ സ്കിൽസ് എല്ലാം നല്ല ഇംപ്രൂവ് ആയി. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സോൾട്ടറി പ്ലേ ആയിരുന്നതിൽ നിന്നും അവനൊരു പാരലൽ പ്ലേയിലേക്കും എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. കൂടുതലായിട്ട് അവന്റെ ഫങ്ഷണൽ പ്ലേയിലും നല്ല ഇംപ്രൂവ്മെന്റ്സ് കാണാൻ പറ്റി. പിന്നെ അവന്റെ പ്രോബ്ലം ബിഹേവിയേഴ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ ത്രോയിങ്ങും ബാക്കി സ്റ്റിമ്മിങ് ബിഹേവിയേഴ്സിലെല്ലാം നല്ല ചേഞ്ചസ് കാണാൻ പറ്റിയിട്ടുണ്ട്. വെൻ ഇറ്റ് കംസ് ടു സ്പീച്ച് തെറപ്പി, കരച്ചിലൂടെ മാത്രം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിരുന്ന നൂറ് ഇപ്പം കുറെ വൊക്കാബുലറി കാര്യങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉമ്മ, ദീദി, താ, വാ, അതേപോലെ തന്നെ ക്ലീൻ അപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൂടുതലായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്റ്റെപ്പ് കമാൻഡ്സ് കാര്യങ്ങളിലും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റിമ്മിങ്ങും കാര്യങ്ങളെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. സെന്റൻസ് ലൈക്ക് ഇന്റോനേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് അവൻ. ഫെമിലിയർ ആയിട്ടുള്ള പീപ്പിൾ, അതായത് ഉമ്മാനെ, ഉപ്പാനെ, അനിയൻ, അങ്ങനെയുള്ളവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും തുടങ്ങി. അതേപോലെ തന്നെ അവരുടെ പ്രസൻസും കാര്യങ്ങളും ഇല്ലെങ്കിലും നമ്മ ഒരു കാര്യം പറയുന്ന ടൈം അവരവിടെ ഉണ്ടോ, അവരാണ് ഇത് ചെയ്തത്, അവരാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ സ്പീച്ച് തെറപ്പിയിൽ ഇംപ്രൂവ്മെന്റ് ആയിട്ട് വന്നത്. When we go through his occupational therapy, നൂറിനുണ്ടായിരുന്ന വിഷ്വൽ സീക്കിംഗ്, സെൽഫ് സ്റ്റിമ്മിങ്, ബോൾ ത്രോയിങ്, അതുപോലെ തന്നെ ടാക്ടൈൽ ഡിഫെൻസീവ്നെസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ സീക്കിങ്ങിന് നൂറിന് നമ്മൾ വെസ്റ്റിബുലാർ ആസ് വെൽ ആസ് പ്രോപ്രിയോസെപ്റ്റീവ് ഇൻപുട്ട് ആണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതുപോലെ തന്നെ ടാക്ടൈൽ ഡിഫെൻസീവ്നെസ്സിന് വേണ്ടിയിട്ട് നൂറിന് ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് വെച്ചിട്ടുള്ള സെൻസറി മെസ്സി പ്ലേയിലൂടെയാണ് നമ്മൾ നൂറിനത് ഓവർകം ചെയ്തത്. അതുകൊണ്ട് നൂറിന് നമ്മൾ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ
ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെൽഫ് ഫീഡിങ് നൂറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ പ്ലേയിൽ ലൈക്ക് ഒരു സാധനം എടുക്കുക, അത് പ്രോപ്പറായിട്ട് സ്റ്റാക്ക് ചെയ്യുക വിത്തൗട്ട് അത് ലൈക്ക് ടേൺ ചെയ്യാണ്ട്, ആ കാര്യങ്ങളൊക്കെ നൂറിന് വിഷ്വൽ സീക്കിങ് കുറഞ്ഞതുകൊണ്ട് വെരി പ്രോപ്പർ സ്ട്രക്ചേർഡ് വേയിലാണ് നൂറെല്ലാം ചെയ്തിട്ടുള്ളത്. ആൻഡ് നൂറിൻ്റെ ഐ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇമ്പ്രൂവ് ആയതുകൊണ്ട് ആസ് തെറാപ്പി സെഷനിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആയിരുന്നു. നെയിം കോളിംഗ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നേരത്തെ ഹി വാസ് ലൈക്ക് കമാൻഡ് ഫോളോയിങ് ഒക്കെ ആയതുകൊണ്ട് ദ തെറാപ്പി വാസ് ഗുഡ് ആൻഡ് വെൻറ്റ് ഇൻ എ വെരി സ്ട്രക്ചേർഡ് വേ. As an interdisciplinary team, we implemented early intervention strategies that facilitate transit from high risk to medium risk autism, resulting in significant improvement in his quality of life.